28-ാം വയസ്സിൽ ഹരീഷ് മേനോൻ പണിതുയർത്തിയ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായിരുന്നു. തികഞ്ഞ അച്ചടക്കം, മിന്നുന്ന വേഗത, വൈകാരികതയുടെ കണിക പോലും തൊട്ടുതീണ്ടാത്ത പ്രൊഫഷണലിസം അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. അത്താഴത്തിന് ആളില്ലാത്ത വലിയ തീന്മേശകളും ലൈബ്രറിയിലെ വായിച്ചു തീരാത്ത പുസ്തകങ്ങളും 6 മാസത്തിലൊരിക്കൽ മാത്രം മിനുക്കിയിരുന്ന ലക്ഷറി കാറുകളുമുണ്ടായിരുന്നു. അതെല്ലാം മേനോൻ എന്റർപ്രൈസസിന്റെ ആസ്ഥാനത്തെപ്പോലെ ശാന്തവും തണുത്തുറഞ്ഞതുമായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ഹരീഷിന്റെ ലോകം കൂടുതൽ വലുതായി. എന്നാൽ അയാളുടെ ഹൃദയം ചുരുങ്ങി ഒരു കല്ലുപോലെയായി. റിയ പോയതോടെയാണ് ആ തണുപ്പ് തുടങ്ങിയത്. ഹരീഷിന്റെയും റിയയുടെയും വിവാഹം ഒരു കരാർ മാത്രമായിരുന്നില്ല. അയാൾ അവളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അത് പ്രകടിപ്പിക്കാൻ ഹരീഷിന് കഴിഞ്ഞില്ല. ആ സ്നേഹം ആഡംബരങ്ങളുടെ രൂപത്തിൽ മാത്രം അവൾക്ക് നൽകി. റിയ സ്വർണ്ണക്കൂടിനുള്ളിലെ ഒരു സുന്ദരി പക്ഷിയായിരുന്നു. എന്നാൽ അവൾക്ക് ആ സ്വർണ്ണക്കൂടിനേക്കാൾ പ്രിയം പുറത്തെ വിശാലമായ ആകാശമായിരുന്നു. റിയയുടെ സഹോദരൻ വിനീത് ഒരു ചെറിയ ചിട്ടിക്കമ്പനി നടത്തിയിരുന്നയാളാണ്. അയാൾ എന്നും ഹരീഷിന്റെ സമ്പത്തിനെ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. വിനീതിന്റെ കൂട്ടുകാരനായ സുരേഷും അയാളുടെ അത്യാഗ്രഹത്തിന് കൂട്ടുനിന്നു. "ഈ പണം മുഴുവൻ നിങ്ങൾക്കവകാശപ്പെട്ടതാണ് റിയ. നിങ്ങൾക്കു വേണ്ടി ജീവിക്കാനുള്ള വിഭവങ്ങൾ ഹരീഷിന് ഇഷ്ടം പോലെയുണ്ട്. കുറച്ചെടുക്കുന്നതിൽ എന്താണ് തെറ്റ്?" വിനീത് എപ്പോഴും റിയയെ പ്രലോഭിപ്പിച്ചു. പതുക്കെ ആ വിഷം റിയയുടെ മനസ്സിലേക്കിറങ്ങി. ഹരീഷിന്റെ തിരക്കിട്ട ജീവിതം അവളെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ വിനീതിന്റെ വാഗ്ദാനങ്ങൾ ഒരു പറുദീസയായി തോന്നി. ഒടുവിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങി വിവാഹബന്ധം വേർപെടുത്താനുള്ള നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം കേട്ടപ്പോൾ ഹരീഷ് ഞെട്ടിയില്ല. എന്നാൽ അദ്ദേഹം തകർന്നുപോയി. നിയമപരമായ കടലാസുകളിൽ ഒപ്പിടുന്ന ദിവസം ഹരീഷ് ഒരു വലിയ ചെക്ക് റിയയുടെ നേർക്ക് നീട്ടി. "ഇതാ റിയ, നീ ആവശ്യപ്പെട്ട വില. സ്നേഹബന്ധങ്ങൾക്ക് ഈ ലോകത്തൊരു വിലയിടാൻ കഴിയായിരിക്കാം. പക്ഷേ ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഇതാണ് നീ വെച്ച വിലയെങ്കിൽ ഞാനത് നൽകാം." റിയ തലയുയർത്തിയില്ല. കുറ്റബോധവും ഒരു തണുത്ത ആഹ്ലാദവും അവളുടെ മനസ്സിൽ കലർന്നു നിന്നു. ആ ചെക്ക് വാങ്ങി അവൾ ഇറങ്ങിപ്പോയി. ഹരീഷ് അയാളുടെ ചേംബറിലെ ഗ്ലാസ് ജനലിലൂടെ മഴയിൽ കുതിർന്ന കൊച്ചി നഗരത്തിലേക്ക് നോക്കി. അന്ന് അയാൾ ഒരു തീരുമാനമെടുത്തു. വൈകാരികത എന്നത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും ഒരു വലിയ നഷ്ടമാണ്. 4 വർഷങ്ങൾക്കു ശേഷം ആ തണുപ്പ് ഹരീഷിന്റെ ജീവിതത്തിൽ ഒരു ശീലമായി മാറിയിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഉച്ചവെയിൽ എടപ്പള്ളി ജംഗ്ഷനിലെ തിരക്കിൽ ഒരു തീച്ചൂള പോലെ ആളിപ്പടർന്നു. മെഴ്സിഡസ് ബെൻസിന്റെ ആഡംബര എസിയിൽ പോലും പുറത്തെ മനുഷ്യന്റെ വിയർപ്പിന്റെ ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. തിരക്ക് സഹിക്കാനാവാതെ ഹരീഷ് ഡ്രൈവറോട് പറഞ്ഞു, "കുറച്ചു പണമെടുക്കൂ. ഈ ചൂടിൽ യാചിക്കുന്നവർക്ക് ആശ്വാസമാകട്ടെ." അയാൾ 500 രൂപ നോട്ടുകൾ നൽകി. ഒരു നിമിഷത്തേക്ക് ദാതാവിന്റെ സംതൃപ്തി ഹരീഷിന് ലഭിച്ചു. അപ്പോഴാണ് അവൾ കാറിനടുത്തേക്ക് വന്നത്. കീറിപ്പറിഞ്ഞ മഞ്ഞ സാരി, മുഷിഞ്ഞ് ഒട്ടിപ്പിടിച്ച മുടി, സൂര്യരശ്മിയിൽ പൊടിപടലങ്ങൾ തങ്ങി നിന്നിരുന്ന ആ രൂപം ദയനീയമായിരുന്നു. കൂടുതൽ പണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവൾ കാറിന്റെ ജനലിൽ മെല്ലെ തട്ടി. ഹരീഷ് ദേഷ്യത്തോടെ അവളെ നോക്കി. "ഇവിടെയുള്ള എല്ലാവർക്കും തുല്യമായി..." അവിടെ വെച്ച് അയാളുടെ വാക്കുകൾ നിലച്ചു. ആ ക്ഷീണിച്ച അഴുക്കുപുരണ്ട മുഖം, ആ കണ്ണുകൾ, ആ മുഖത്തിന്റെ എല്ലുകളുടെ ഘടന. ഒരു നിമിഷം അയാളുടെ നെഞ്ചിൽ വെള്ളിയിടി വെട്ടിയതുപോലെ തോന്നി. ആഡംബരത്തിന്റെ എല്ലാ മറകളും നീങ്ങി ഭിക്ഷയാചിക്കുന്ന ആ രൂപത്തിൽ ഹരീഷിന്റെ പഴയ ഭാര്യ തെളിഞ്ഞുവന്നു. "റിയ?" ഹരീഷ് അറിയാതെ വിളിച്ചുപോയി. അവന്റെ ശബ്ദം അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. റിയയുടെ കണ്ണുകളിൽ ഭയവും അപമാനവും നിഴലിച്ചു. അവൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. "നിൽക്ക് റിയ." ഹരീഷ് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. കവലയിലെ തിരക്കിനിടയിലും അയാൾ റിയയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ ശരീരം പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. "ഇത്രയും വലിയൊരു തുക കൈക്കലാക്കിയിട്ട് നീ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ?" "ഹരീഷേട്ടാ, എന്നെ വിട്ടേക്കൂ. എന്നെ ആരും കാണേണ്ട." റിയ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. "ഇല്ല, നീ ഇപ്പോൾ ഈ തെരുവിൽ നിന്ന് പോകും. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം." ഹരീഷ് അവളെ വലിച്ചിഴച്ച് അടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിലേക്ക് കൊണ്ടുപോയി. അവിടെ റിയയ്ക്ക് വിശ്രമിക്കാൻ ഒരു മുറി ഏർപ്പാടാക്കി. പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകി. ഹരീഷിന്റെ മനസ്സിൽ ദേഷ്യവും സഹതാപവും വിങ്ങുന്ന ഒരുതരം ചോദ്യചിഹ്നവുമായിരുന്നു. ഒരു രാത്രിയുടെ മൗനം അവൾക്കു നൽകി. ഹരീഷ് തന്റെ യാത്ര തുടർന്നു.
പിറ്റേന്ന് രാവിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് റിയ തന്റെ ദുരന്തകഥ പറഞ്ഞു. റിയയുടെ ശബ്ദം ഇടറി. ഓരോ വാക്കും അവളുടെ ഹൃദയത്തിലെ വേദനയുടെ സാക്ഷ്യമായിരുന്നു. ആ 50 ലക്ഷം രൂപ അതെന്നെ രക്ഷിച്ചില്ല ഹരീഷേട്ടാ, എന്നെ നശിപ്പിക്കുകയായിരുന്നു. കയ്യിൽ പണം കിട്ടിയതോടെ വിനീതും സുരേഷും യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അവരാ പണം റിയയുടെ പേരിലല്ല നിക്ഷേപിച്ചത്, അവരത് ധൂർത്തടിക്കുകയായിരുന്നു. ഗോവയിലേക്കുള്ള യാത്രകൾ, വില കൂടിയ മദ്യസൽക്കാരങ്ങൾ, നഷ്ടമുണ്ടാക്കിയ ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങൾ. തുടക്കത്തിൽ എനിക്ക് സന്തോഷമായിരുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് വിശ്വസിച്ചു. പക്ഷേ 6 മാസം കഴിഞ്ഞില്ല. വിനീത് വന്ന് എന്റെ മുന്നിൽ കൈമലർത്തി. സുരേഷും കൈവിട്ടു. റിയ, ആ പണം പോയത് നിന്റെ പേരിലാണ്. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവനത് പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. എന്റെ അച്ഛനമ്മമാർ പോലും എന്റെ പരാജയം കണ്ട് എന്നെ ഉപേക്ഷിച്ചു. കാരണം ഞാൻ സമ്പാദിച്ചു വന്ന പണം കണ്ടാണ് അവരും എന്നോട് സംസാരിച്ചിരുന്നത്. 6 മാസത്തോളം അവൾ പല ചെറിയ ജോലികൾക്ക് പോയി. ഹോട്ടലിലെ തൂപ്പുകാരി, വീടുകളിൽ പാത്രം കഴുകൽ, അങ്ങനെയുള്ള ജോലികൾ. പക്ഷെ ഈ ലോകം തനിച്ചു ജീവിക്കാൻ അവളെ അനുവദിച്ചില്ല. ശാരീരികമായ ചൂഷണങ്ങളെ ഭയന്ന് അവൾ ഒടുവിൽ തെരുവിൽ അഭയം തേടി. വിശപ്പും ദാരിദ്ര്യവും ഒറ്റപ്പെടലും അവളെ ഒരു ഭിക്ഷാടകയാക്കി മാറ്റി. ഞാനൊരു രാജ്ഞിയെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു ഹരീഷേട്ടാ. പക്ഷെ ഞാനൊരു അടിമയെപ്പോലെയാണ് മരിച്ചത്. തെരുവിൽ കിടക്കുമ്പോൾ എന്റെ കൂടെയുള്ളവർ മദ്യം വാങ്ങാൻ പണം ചോദിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, 50 ലക്ഷം രൂപ കൈക്കലാക്കിയ ഞാൻ ഇതാണോ അർഹിക്കുന്നത്? ഹരീഷ് ശാന്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കോപമില്ലായിരുന്നു, മരിച്ച് ആഴത്തിലുള്ള സഹാനുഭൂതിയായിരുന്നു. എന്നിട്ടും റിയ, നീ എന്താണ് ബാക്കി വച്ചത്? നിന്റെ മനസ്സിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാണ് എന്നെ വഞ്ചിച്ചത്? ഹരീഷ് ചോദിച്ചു. ഞാൻ നിങ്ങളെ വഞ്ചിച്ചില്ല ഹരീഷേട്ടാ, ഞാൻ എന്നെ തന്നെയാണ് വഞ്ചിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്റെ കയ്യിൽ അവശേഷിച്ചത് ഒന്നു മാത്രം, ഒരു വാടകമുറിയിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന നമ്മുടെ വിവാഹ ചിത്രം. അതിലെ ചിരിയായിരുന്നു എന്റെ ഏക ആശ്വാസം. അതായിരുന്നു എന്നെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിർത്തിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള മടക്കയാത്രയിൽ ഹരീഷ് നേരെ പോയത് റിയയുടെ വാടകമുറിയിലേക്കായിരുന്നു. തന്റെ ആഡംബര കാർ ആ പഴയ തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങി. അപ്പോൾ ഹരീഷ് ആദ്യമായി തന്റെ സ്വന്തം ലോകത്തിന്റെ പൊള്ളത്തരം തിരിച്ചറിയുകയായിരുന്നു. റിയ പറഞ്ഞ തകർന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ തുരുമ്പിച്ച താഴു തുറന്ന് അയാൾ ആ മുറിയിലേക്ക് കയറി. അകത്ത് കട്ടിയുള്ള ഇരുട്ടും പഴയ പുളിപ്പുള്ള ദുർഗന്ധവുമായിരുന്നു. ഒരു മൂലയിൽ പഴകിയ ഒരു കിടക്കവിരി ചുരുണ്ടുകൂടി കിടക്കുന്നു. ഭിത്തിയിൽ ഈർപ്പത്തിന്റെ പാടുകൾ. അവിടെ ആ ദാരിദ്ര്യത്തിന്റെ കോണിൽ പൊടിപിടിച്ച് അരികുകൾ കീറിത്തുടങ്ങിയ ഒരു കടലാസ് ചിത്രം. ഹരീഷിന്റെയും റിയയുടെയും വിവാഹ ചിത്രം. ഹരീഷിന്റെ കയ്യിൽ നിന്ന് ലെതർ ബാഗ് താഴെ വീണു. അയാൾ ആ ചിത്രത്തിനടുത്തേക്ക് ചെന്നു. വിരലുകൾ കൊണ്ട് അതിലെ പൊടി തുടച്ചുമാറ്റി. ആ ചിത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപുള്ള അയാളുടെ ചിരി ഇന്നത്തെ ഈ നിമിഷത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ തോന്നി. റിയ പറഞ്ഞത് സത്യമാണ്. അവൾക്ക് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടപ്പോഴും അവളുടെ മനസ്സിൽ ഒരൊറ്റ ഓർമ്മ മാത്രം അവശേഷിച്ചിരുന്നു. അത് ഹരീഷിന്റെ സ്നേഹബന്ധമാണ്. ഹരീഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ റിയയെ തേച്ചോടിക്കുകയായിരുന്നില്ല, മറിച്ച് തന്റെ ദേഷ്യത്തിന്റെ പേരിൽ ഒരാത്മാവിനെ തെരുവിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അവളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് ഹരീഷ് തിരികെ ഹോട്ടലിലെത്തി. അമ്മയെ വിളിക്കാൻ റിയയ്ക്ക് അവസരം നൽകി. റിയ ഫോണിലൂടെ വിതുമ്പി, അമ്മ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണം. അമ്മ സരസ്വതി അമ്മയുടെ ശബ്ദം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകി വന്നു. മോള് കരയരുത്, ഹരീഷ് എല്ലാം എന്നോട് പറഞ്ഞു. മോടെ, നിന്റെ മനസ്സ് ശുദ്ധമാണ്. നിന്നെ വഴിതെറ്റിച്ചത് അത്യാഗ്രഹമെന്ന രോഗമാണ്. അതിന് ചികിത്സ സ്നേഹം മാത്രമാണ്. മരുമകളായാലും മകളായാലും നിനക്കെപ്പോഴും ഇവിടെ ഒരിടമുണ്ട്. നീ ഉടനെ വീട്ടിലേക്ക് വരണം. അമ്മ ഉടനെ ഫോൺ ഹരീഷിന് നൽകി. മോനെ, നീ കേൾക്ക്. നമ്മുടെ പഴയ ചൊല്ലില്ലേ, രാവിലെ വഴിതെറ്റിപ്പോയവർ വൈകുന്നേരം തിരികെ വന്നാൽ അവരെ തെറ്റിയവരായി കണക്കാക്കരുത്. റിയ തെറ്റിപ്പോയതാണ്. മോൻ അവളെ ചേർത്ത് നിർത്തണം. ഈ ലോകത്ത് പണം കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ കാര്യമാണ് സന്തോഷം കൊണ്ടുവരുന്നത്. ആ വാക്കുകൾ ഹരീഷിന്റെ ആത്മാവിനെ സ്പർശിച്ചു. അമ്മയുടെ വാക്കുകൾ ഒരു മുറിവൈദ്യനെപ്പോലെ അയാളുടെ മനസ്സിനെ സുഖപ്പെടുത്തി. അന്നു രാത്രി തന്നെ ഹരീഷ് റിയയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ഒരു മകന്റെ ദീർഘനാളത്തെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കിട്ടിയതുപോലെ സരസ്വതിയമ്മ അവളെ നെഞ്ചോട് ചേർത്തു. വിഷമിക്കണ്ട മോളെ, ഇവിടെ നിനക്ക് സ്നേഹവും സമാധാനവുമേ ഉണ്ടാവുകയുള്ളൂ. അമ്മ റിയയുടെ തലയിൽ തഴുകി. ഹരീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ റിയയ്ക്ക് സ്വന്തം മനസ്സ് മാറിയതായി തോന്നി. ഇവിടെ അവൾക്ക് ആഡംബരമല്ല, സുരക്ഷിതത്വമാണ് ലഭിച്ചത്. ഹരീഷ് റിയയ്ക്ക് തന്റെ ബിസിനസ്സിൽ ഒരു ചെറിയ ജോലി നൽകി. അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിഭാഗത്തിന്റെ ഏകോപനമായിരുന്നു. തെരുവിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. റിയയുടെ കണ്ണുകൾ തിളങ്ങി. ആ ജോലി അവൾ ഏറ്റെടുത്തു. തെരുവിലെ തണുപ്പും വിശപ്പും അനുഭവിച്ചറിഞ്ഞ അവൾക്ക് മറ്റുള്ളവരുടെ ദുരിതം സ്വന്തം വേദന പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പാവപ്പെട്ടവർക്കു വേണ്ടിയുള്ള അവളുടെ പ്രവർത്തനങ്ങൾ ഹരീഷിന്റെ സ്ഥാപനത്തിന് പുതിയൊരു മാനവിക മുഖം നൽകി. 6 മാസം കഴിഞ്ഞു. റിയ പഴയതിനേക്കാൾ ആത്മവിശ്വാസം നേടി. അവളുടെ രൂപം തിളങ്ങി. അവളുടെ ഉള്ളിലെ നന്മ പ്രകാശിച്ചു. ഒരു സന്ധ്യയ്ക്ക് ഹരീഷും റിയയും അവരുടെ പൂന്തോട്ടത്തിലിരുന്നു. ആകാശത്ത് അസ്തമയ സൂര്യന്റെ ചുവപ്പ് പരന്നു. ഹരീഷേട്ടാ, റിയ മെല്ലെ വിളിച്ചു. പണ്ട് ഞാൻ സ്വപ്നം കണ്ട ആർഭാടമല്ല, ഈ സമാധാനമാണ് യഥാർത്ഥ സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾ തന്ന ഈ ജീവിതം, ഇതിന് വിലയിടാൻ കഴിയില്ല. ഹരീഷ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. റിയ, 50 ലക്ഷം രൂപ എന്നത് ഒരു വിലയേ ആയിരുന്നില്ല. നമ്മുടെ ബന്ധം തകർന്നപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസവും മനുഷ്യത്വവും നഷ്ടപ്പെടുത്തി. നീ നിന്റെ ആത്മാവിയെ നഷ്ടപ്പെടുത്തി. നമ്മളിപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്, ഒരു പുതിയ അടിത്തറയിൽ. അത് സ്നേഹവും വിശ്വാസവും ക്ഷമയുമാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. അവർ പരസ്പരം നോക്കി ചിരിച്ചു. എടപ്പള്ളി ജംഗ്ഷനിലെ തിരക്കിൽ ഭിക്ഷയായി നൽകിയ 500 രൂപ നോട്ടിൽ തുടങ്ങിയ ആ പുനഃസമാഗമം, അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അസ്തമയത്തിലെ ഒരു പുതിയ ഉദയമായിരുന്നു. ഗുണപാഠം: അത്യാഗ്രഹം ഏതൊരു ജീവിതത്തെയും ബന്ധങ്ങളെയും നശിപ്പിക്കും. എന്നാൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യത്വവും നിസ്സീമമായ ക്ഷമയും തകർന്നടിഞ്ഞ സ്നേഹബന്ധങ്ങളെപ്പോലും കൂട്ടിയിണക്കും. അതുവഴി കൂടുതൽ മനോഹരവും ശക്തവുമായ ഒരു പുതിയ ജീവിതം പടുത്തുയർത്തും.